ഡെവൻ കോൺവാൾ തീരപ്രദേശങ്ങളിൽ സ്റ്റോം ഇൻഗേഡ് വിതച്ച വൻ നാശനഷ്ടങ്ങൾക്ക് പിന്നാലെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. ശനിയാഴ്ചയാണ് സ്റ്റോം ഇൻഗേഡ് ഡെവൻ കോൺവാൾ പ്രദേശങ്ങളിൽ ആഞ്ഞടിച്ചത്. ഭീമൻ തിരമാലകൾ പ്രധാന റെയിൽവേ പാതയ്ക്ക് സമീപമുള്ള കടൽ ഭിത്തി തകർക്കുകയും ചരിത്രപ്രസിദ്ധമായ ഗ്രാൻഡ് പെയറിന്റെ ഒരു ഭാഗം തിരമാലകളിൽ ഒലിച്ചുപോവുകയും ചെയ്തിരുന്നു. വീടുകൾക്കും ഗുരുതരമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡാവ്ലിഷിലെ മേഖലയിൽ റെയിൽവേ പാതയിൽ കടൽ ഭിത്തി രണ്ട് ഭാഗങ്ങളിൽ തകർന്നതിനെ തുടർന്ന് നെറ്റ്വർക്ക് റെയിൽ സുരക്ഷാ പരിശോധനകൾ നടത്തിയതായും അറിയിച്ചു. പരിശോധനയ്ക്ക് ശേഷം പരിമിത ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചതായും നെറ്റ്വർക്ക് റെയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ കനത്ത മഴയ്ക്ക് വീണ്ടും മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മെറ്റ് ഓഫീസ്. ഇംഗ്ലണ്ടിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖല മുഴുവൻ യെല്ലോ വെതർ വാർണിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 3 മണി മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെ മുന്നറിയിപ്പ് നിലനിൽക്കും. ഈ കാലയളവിൽ കനത്ത മഴ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഡാറ്റ്മൂർ ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ 50 മുതൽ 80 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത്.